നമ്മളാകെ കണ്ടിരിക്കുന്നത് അയില, മത്തി, ചെമ്മീൻ, കൂന്തൽസാണ്. ഇത് കണ്ടോ നിങ്ങൾ, ലയൺ ഫിഷ്. അതിൻ്റെ ഒരു ഭംഗി നോക്കി നിങ്ങൾ. എന്താ സംഭവങ്ങൾ അല്ല. വാവ്, ഒന്ന് കാട്ടണില്ലേ? അല്ല ഇവരെന്താ അനങ്ങാതെ നിക്കണ? ഇവരെന്താ അസംബ്ലി? ഇവർക്കുണ്ടാവും അസംബ്ലിയിലെ. അങ്ങനെ സുഹൃത്തുക്കളെ, ഞമ്മന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാവക്കാടുള്ള മറൈൻ വേൾഡിലാണ്. ഇതൊരു ലോകമാണ്, നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ? കമോൺ. വേൾഡ് അക്വേറിയത്തിന്റെ ലൊക്കേഷൻ വരുന്നത് ചാവക്കാട് പഞ്ചവടി ബീച്ചിന്റെ തൊട്ടടുത്ത്. നാഷണൽ ഹൈവേന്റെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ ലൊക്കേഷൻ ചെയ്ത് വരികയാണെങ്കിൽ നമ്മളെ ഒന്ന് കറക്കാൻ ചാൻസ് ഉണ്ട്. അക്വേറിയത്തിന്റെ അകത്തേക്ക് കയറുന്ന ഭാഗം തന്നെ അവർ നല്ലൊരു തീമിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അക്വേറിയത്തിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് കാണുന്നത് 60D സിനിമ പെറ്റ്സ് പാർക്ക് ഹൊറർ ഹൗസ്. ഈ സിനിമ ഹൊറർ ഹൗസ് പെറ്റ്സ് പാർക്കിനും സെപ്പറേറ്റ് ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. എടുത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വലത്തെ സൈഡിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പിന്നീട് ടോയ്ലറ്റ് പോകണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് എക്സിറ്റ് ഭാഗത്ത് മാത്രമാണ് ടോയ്ലറ്റും വാഷ്റൂമും ഉള്ളത്. ഫൈനലി നമ്മൾ ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള മറൈൻ വേൾഡ് അക്വേറിയത്തിന്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. എൻട്രിയിൽ തന്നെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാറിൽ സെറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയം നമുക്ക് കാണാം. ഈ കാറിന്റെ അകത്തേക്കൊന്ന് നോക്കൂ, ഒരുപാട് കുഞ്ഞു ചെറിയ മീനുകൾ കാണാം. അക്വേറിയത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവർ നമുക്കൊരു ഇൻഫർമേഷൻ തരും. ഒരിക്കലും ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് മൊബൈൽ ക്യാമറ അതുപോലെ തന്നെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കരുത്. അതിനുള്ള റീസൺ, നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഫ്ലാഷ് മീനുകളുടെ കണ്ണിലേക്ക് തട്ടി ഇൻഫെക്ഷൻ ആയിട്ട് ചാവാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. ഇതൊരു ഗുഡ്സ് ഓട്ടോയിലാണ് ഇങ്ങനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരുപാട് വ്യത്യാസമായിട്ടുള്ള കാഴ്ചകൾ, നമുക്കൊരു പുതിയ അറിവായിരിക്കും ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. റൗണ്ട് ഗ്ലാസിന്റെ അകത്ത് ഒരേ നിറത്തിലുള്ള മീനുകൾ, അധികം ആക്റ്റീവ് അല്ല അവരെ, അതിന് ചുറ്റും കറങ്ങി കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആണെങ്കിൽ വേറൊരു വെറൈറ്റി പുരാതന പ്രാചീന കൊത്തുപണികൾ കണ്ടിട്ടുണ്ടാവില്ല, അതേപോലെ തീർത്തുള്ള ഒരു ഗോപുരങ്ങൾക്കിടയിൽ ഒരുപാട് കളർ മീനുകൾ. ഇതൊരു കേവ് രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒറിജിനൽ ആണോ ആർട്ടിഫിഷ്യൽ ആണോ അറിയാൻ പറ്റില്ല, കൊടുന്ന് വെച്ച പോലെ ഉണ്ട്. ഗ്ലാസിനകത്തു കൂടെ നോക്കുമ്പോഴാണ് ആ ഒരു കേവും അണ്ടർ വാട്ടറിന്റെ ആ ഫീലിംഗ് നമുക്ക് കാണാൻ സാധിക്കുക. ഫെലക്കുട്ടി ഫെല്ലു അറ്റ കടിയാക്കാനാ അല്ല, അറ്റാക്ക് ചെയ്യും. ഞാൻ ഇനി കറിയാണെങ്കിൽ ഞാൻ ഇതിൽ കൂടെ ഇതിൽ ഇട്ട് കൊടുക്കും തന്നെ. ഇടയിട്ടേ അവിടെ കഴിഞ്ഞ് ഭയം നോക്കിച്ച് ഒന്നോ കിട്ടില്ല. അതിന് സൈസ് നോക്ക് നിങ്ങള്, സിൽവർ ആരോ ആണോ അതിന്റെ സൈസ് നോക്കി നിങ്ങള്. ഇപ്പൊ കൈ വെച്ച എന്റെ കയ്യും വെച്ച എന്താ സൈസ് അല്ലേ? ഓ പൊന്നോ പൊന്നോ, എന്റെ കുട്ടിനായിക്കിടല്ലേ, എന്റെ കുട്ടിനായിക്കിടല്ലേ മോള് പെല്ലക്കുട്ടി. ആരാപ്പയ്മ സൈസ് ഒക്കെ അടിയിൽ നിർത്തൊക്കെ ഒരാളെ വലുപ്പുള്ള ആരാപ്പയ്മ. ഇതിന് എവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും? പൊന്നെ, ഇത് ശരിക്കും വേണമെങ്കിൽ ഇവിടെ വന്ന് കാണട്ടോ. ആ ഇവിടെ മേലെ നിന്ന് കാണാതെ വാ. ആരാപ്പയ്മയുടെ സൈസ് നോക്കി ഈ സൈഡിലുണ്ടോ? ഇത് ഗ്ലാസിന്റെ താഴെ നോക്കി നിങ്ങള്, ഗ്ലാസിന്റെ താഴെ കൂടെ പോണത് എന്താ പൈപ്പില്ല ബിബോ. അയക്കട്ട് ചാടലിട്ട് ചേച്ചൊന്നും അയക്ക് വീഴല്ലേ. വീണ് കഴിഞ്ഞാലേ ഒറ്റ പൊന്നെ, ഇതൊക്കെ വീണ് കഴിഞ്ഞാൽ അണ്ടിഗാർഡ് സൈസ് ഉണ്ട്, ഇൻഡിഗാർഡ് സൈസ് ഉണ്ട്. ഫ്രീ ആയിട്ട് മസാജ് ചെയ്യാം. ഇവിടെയും കുറേ പേരുണ്ട് കേട്ടോ മസാജ് ചെയ്തിരിക്കണു. ഫിഷ് മസാജ്. അകത്ത് ഒരു ഫിഷ് ഉണ്ട്, സ്റ്റോൺ ഫിഷ്. പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ഒരു കല്ലാണെന്ന് കരുതുക, പക്ഷേ ഒരുപാട് നേരം അതിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ വലിയ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ക്ഷമയോടെ കാത്തു നിൽക്കണം. ഷാർക്കാണത്. ഇതതിൻ്റെ ഏകദേശം ചെറുത്. അത് നിങ്ങൾ തെരഞ്ഞു നടക്കണേ ബൈറ്റ് ചെയ്യാനേ. അതിൻ്റെ ചിരി നോക്കിച്ച് സൈക്കോൺ ആളില്ലേ. ആഹാ ആഹാ ആഹാ, വൗ 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 വൗ, അടിപൊളി കളറല്ല. പെയിന്റ് അടിച്ചൊന്നല്ലല്ലോ, അത്ര വിട്ടു നിൽക്കേ. സ്കൂൾ അസംബ്ലിക്ക് നിക്കണ പോലെ നിക്കണേ. ശരിയല്ലേ? ഇതിന്റെ അസംബ്ലി സംഭവം
അടിയില് സ്റ്റാച്ചു ഉണ്ടല്ലോ, ഇതിപ്പോ ആള് മമ്മിയ ആള് തോണ്ട് ആ മമ്മിനെല്ലാം തുറന്നിട്ട് ഇതിനുള്ളിൽ അയച്ചാൽ നമുക്ക്. ആഹാ, നമ്മൾ അലിഗേറ്ററിന് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ എന്റെ ബീബുവിന്റെ സൈസ് ഉള്ള അതോ എന്റെ പൊന്നെ, അതിന്റെ സൈസ് നോക്കി നിങ്ങള്. അത് അരാപ്പയ്മയാണേ. അരാപ്പയ്മ അലിഗേറ്റർ കണ്ടിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അരാപ്പയ്മയും അലിഗേറ്ററാണ് ഈ കിടക്കുന്നത് കേട്ടോ. അതിന്റെ സൈസ് നോക്കി മക്കളെ. ഇത് ഈ കാണുന്നുണ്ടല്ലോ, ഇത് നെട്ടർ കേട്ടോ. ഇതിനൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ വലിയ നെറ്റ് കാണുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 4-5 കിലോ വരെയുള്ള സൈസുള്ള നെറ്ററാണ് ഈ കാണുന്നത്. ഏകദേശം 200 കിലോ വെയിറ്റ് വരുന്ന അരാപ്പയ്മയാണ് ഈ കാണുന്നത്. അരാപ്പയ്മന്റെ തൊട്ട ബാക്കിൽ നമുക്കൊരു സ്ക്യൂബ ഡൈവ് ചെയ്യുന്ന ഒരാളെയും കാണാം. അത് ഈ അരാപ്പയ്മനെ തൊട്ട് മസാജ് ചെയ്യുന്നൊക്കെ ഉണ്ട്. തിരിച്ചൊന്നും ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഡെയിലി ഇതുപോലെ തന്നെ സ്ക്യൂബ ഡൈവ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അത് പെരുമാറുന്നത്. നമ്മുടെ മുകളിലാണ് കുട്ടികൾക്ക് കൈയോടെ വാഷ് ചെയ്തിട്ട് ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കോഴിക്കാർപ്പിന് കേട്ടോ. അങ്ങനെയാണ്. കേറിക്കോ. അയ്യവ പിടിച്ചോ. ഫീഡ് ചെയ്യണ്ടല്ലേ. ബിബുവിനെ കൊത്തി. ദയവ് ചെയ്ത് എൻ്റെ കയ്യിൽ കൊത്തേതിട്ടാ. അപ്പോൾ ഈ ബാൾ പൈത്തിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കയ്യിലെടുത്തിട്ട് നമുക്ക് കളിപ്പിക്കുക ചെയ്യട്ടാ. അപ്പോൾ ഇവിടെ ഗൈഡ് ഉണ്ട്, നമുക്ക് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മൾ കയ്യിലെടുക്കാനൊക്കെ സാധിക്കും. ഇഗ്വാന ബ്രസീലാണ്. അത് 15 വർഷം മുതൽ 20 വർഷം വരെ ഇതിൻ്റെ ലൈഫ് ഉണ്ട് കേട്ടോ. ഹായ് ബിബു, എൻ്റെ ആൾക്കാരിത് ഇത് അമേരിക്കൻ സിൽക്കി വൈറ്റ്. അതായത് ഒരു 13 വർഷം മുതൽ 15 വർഷം വരെയാണ് ഇതിൻ്റെ ലൈഫ് പറയുന്നത്. മാഷാ അല്ലാഹ്, ഇത്രയും ലൈഫ് ഉണ്ട് ഇതിനെടുക്കാൻ പറ്റില്ല. ലോക്ക് ചെയ്തിട്ടുണ്ടല്ല. ഏത് ഇതൊക്കെ ഇതിനകത്ത് പെട്ട തന്നെയാണ്. കൊത്തും. ബട്ടൺ കോയിൽ സംഭവം. ഇത് കാടക്കുട്ടികളാട്ടോ. ഹായ് ബിബു 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 മീർ കാറ്റ്സിലെ ഹായ് ഹലോ. എങ്ങനെ അരാപ്പയ്മനെ ഫുള്ള് പാർക്ക് ചെയ്തിട്ട് ബിബു ഇതിൻ്റെ പാർക്കിംഗ് സ്റ്റേഷനാ. ഇത് അതിനാണ് വലുതാണ് അവിടെ ഉണ്ട്, ഇതിനാണ് വലുതാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതെന്താ സംഭവം? ഇത് അലിഗേറ്ററിനെ? അത് അലിഗേറ്റർ. ഇത് അരാപ്പയ്മല്ലേ? ഫീഡ് ചെയ്യണോ വീണ്ടും? ഓ എന്താ ഫൈറ്റ്. വാവ്, ഇപ്പോഴാണ് സൗണ്ടല്ലേ. എന്നാ ഫീഡ് ചെയ്യട്ടെ, നമ്മൾ ഫീഡ് ചെയ്യട്ടാ. എടുത്തോ ഇതിനെ പിടിച്ചിട്ടോ ആട്ടോ. ബേബി ഫീഡ് ചെയ്യണേ. ദിവസം മുഴുവനായിട്ട് ഒരുപാട് 10,000-കണക്കിലേറെ മീനുകളുടെ ലോകമാണ് ചാവക്കാട് മറൈൻ വേൾഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങളുടെ ഫാമിലി മൊത്ത് ഒരു ദിവസം ഫുൾ സ്പെൻഡ് ചെയ്യാനുള്ള അത്ര ഏരിയ ഉണ്ട് ഇവിടെ. ഇതൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ മാക്സിമം ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഇവിടെ വരുന്നത്. ഈ ചുരുങ്ങിയ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.